അവിടെ കോൺക്രീറ്റ് താഴ്ന്നു. അപ്പൊ ഇനി കോൺക്രീറ്റ് ഇച്ചിരി താഴ്ന്നാൽ എന്താ പ്രശ്നം? ഇത് ഉയർത്തുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹെലികോപ്റ്റർ ഇനി കോൺക്രീറ്റ് അങ്ങ് താഴ്ന്നു എന്ന് വെക്കുക, ഈ ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ ഉയരുന്നത്. അത് നിങ്ങൾക്ക് ദൂരത്ത് നിന്ന് നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതാവാം, കാരണം നിങ്ങൾ അടുത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. ആ വാർത്ത ഒരുപക്ഷെ വസ്തുതാവിരുദ്ധം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കുണ്ടായൊരു തെറ്റിദ്ധാരണ കൊണ്ടാവാം അങ്ങനെ ആ വാർത്ത നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇടയായിട്ടുള്ളത്. അത് വല്ലാത്ത അപമാനമായിപ്പോയി. അങ്ങനെ ആയിരുന്നില്ല സംഭവം. ഞാൻ അവിടെ തന്നെ നിപ്പുണ്ടല്ലോ. നമ്മുടെ ഹെലിപ്പാഡ് അതിന്റെ സെൻട്രലായിട്ട് എച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ എച്ച് മാർക്ക് ചെയ്ത സ്ഥലത്തായിരുന്നു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ടത്. ലാൻഡ് ചെയ്തപ്പോൾ അല്പം ബാക്കിലേക്കായി പോയി. ആ ബാക്കിലേക്കായി പോയപ്പോൾ ഇത് ഉയർത്തുന്ന ഘട്ടത്തിൽ ഫാൻ കറങ്ങി ബാക്ക് വശത്തെ ചെളിയും അതോടൊപ്പം തന്നെ പൊടിയുമൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പൈലറ്റ് തന്നെ ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞ് നമുക്ക് ഇത് സെൻറ്ററിലേക്കൊന്ന് നീക്കി നിർത്തണം. അതാണ് അവിടെ ഉണ്ടായത്. അവിടെ ഒന്നും അവിടെ ഹെലിപ്പാഡിൽ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് ഇതിന് ശേഷം നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. അവിടെ അങ്ങനെ അരമണിക്കൂർ മതി ഈ കോൺക്രീറ്റ് ഉറയ്ക്കാൻ. റെഡിമിക്സ് വെച്ച് തയ്യാറാക്കിയ കോൺക്രീറ്റാണ്. 3 മണിയോട് കൂടി കഴിഞ്ഞു. 3:30 ബന്ധപ്പെട്ട എയർഫോഴ്സ് ആളുകളും മറ്റുമെല്ലാം വന്ന് പരിശോധിച്ചിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണയാവാം, കാരണം ഹെലികോപ്റ്റർ തള്ളുന്നു. അപ്പോൾ ഹെലിപ്പാഡിൽ ഉണ്ടായിട്ടുള്ള ഈ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ നീക്കിയിടുന്നതിന് വേണ്ടി പൈലറ്റ് നിർദ്ദേശാനുസരണം അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്ത കാര്യമാണ്. ഈ രാഷ്ട്രപതിയുടെ ഷെഡ്യൂള് 1 മാസം മുമ്പ് വന്നതാണ്. സാധാരണഗതിയിൽ ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ളവർക്ക് വരുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കാണാറുണ്ട്. ഇപ്പോൾ നിലയ്ക്കലാണെങ്കിൽ ഇത് തുലാമാസമാണ്, മഴക്കാലമാണ്, ചുറ്റും വനമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനൊരു സാധ്യത മുൻകൂട്ടി കാണേണ്ടതല്ലായിരുന്നു. അല്ല, അതെല്ലാം നിർദ്ദേശിക്കുന്ന പ്രസിഡന്റിൻ്റെ സുരക്ഷാ വിഭാഗമാണ്. അവർ നിർദ്ദേശം നൽകുന്നതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഇവിടുത്തെ ഉത്തരവാദിത്തം. അത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അവർ തന്നെ വളരെ സന്തോഷത്തിലാണ്. കാരണം സന്ധ്യയോടുകൂടിയാണ് ഇവിടേക്ക് നിർദ്ദേശം വരുന്നത്. അപ്പോൾ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ഹെലിപ്പാഡും ഈ സംവിധാനവുമൊക്കെ ഒരുക്കിയത് വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത്.